ഹലോ, അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഈ 3 ഫാമിലി ഒരു ടീമായിട്ട് ഇത് നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി പോയെന്ന്. എവിടെയാ പോന്നെ? കേക്കുന്നുണ്ടാ? ഇതാ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയതെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളൊരു ടീം ആയതുകൊണ്ട് നമ്മൾ ഒരു ബോറടിയൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോയും ഈ വോയിസും തമ്മിൽ തീരെ മാച്ചല്ലാതെ തോന്നാൻ കാരണം ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ കെട്ടിയോനും വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനുമാണ്. കാരണം കെട്ടിയോന് തീരെ ടൈമില്ലാത്തതോടെ എന്നോട് ഹെൽപ്പ് ചോദിച്ചു. പോട്ടെ, സാരില്ല. പിന്നെ നമ്മൾ ഇവിടെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഇത് പാലക്കാട് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും പളനിയിലേക്ക് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങള് ഇപ്പൊ ഉള്ളത് പളനിയിലാണ്. പളനിന്ന് ഇപ്പൊ നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത്. പളനിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ടാക്സി പിടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച്. മുമ്പിലുള്ളതാണ് ഡ്രൈവർ, ഹരിഹരൻ എന്ന് പറയുന്നതാണ്. അവരുടെ ടാക്സിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊടൈക്കനാലിൽ ടൗണിൽ നിന്ന്, അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. നമ്മുടെ റൂം എന്ന് പറയുന്നത് അനുഗ്രാസ് ഹോം സ്റ്റേ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റൂം വരുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഒരു ഹോളും 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണുള്ളത്. ടോട്ടൽ 3000 രൂപയാണ് ഇവർ പറഞ്ഞത്. ആ ഒരു റേറ്റിന് ഈ സീസൺ ടൈമൊക്കെ എനിക്ക് എക്സ്ട്രാ വേർത്തായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ എത്തിയിന്. ഇപ്പം എല്ലാവരും ഫ്രഷായി മാറ്റുന്നതിലുള്ള ഒരു തിരക്കിലാണ്. ഇനി പോകണ്ടേ, ചുറ്റി കാണണ്ടേ. നമ്മൾ നേരെ വന്നത് ഈ കാണുന്ന സ്ഥലത്തേക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരെയാണ് ഇതുള്ളത്. സ്ഥലത്തിന്റെ പേരെന്താണെന്ന് നമുക്ക് മറന്നുപോയി. നിങ്ങൾക്ക് അറിയെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യാം. നിങ്ങളിത് കാണുന്നുണ്ടോ? എത്രത്തോളം ഫോണിൽ ക്ലിയർ ഉണ്ടാന്ന് അറിയില്ല. ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുള്ളത് കേട്ടോ. താഴെയുള്ള ഒരു വീടുകൾ വരെ കാണുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും നോക്കിയാ മഞ്ഞ് പോന്നണ്ട. ഇതാണ് മോനെ ബാക്കത്തെ വ്യൂ. കിടൂന്ന് പറഞ്ഞാൽ കിടു. എൻ്റെ മോനെ എന്താ വ്യൂ നോക്കുവാൻ. നോക്ക് ഗൈസ്, ഇവിടെ ആണെങ്കിൽ കോടമഞ്ഞായിട്ടുണ്ട്. ഇതാ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടി ആയിട്ട് ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുള്ള ബൈനാക്കുലറിൽ ഇവിടെ കാണുന്ന ഒരു സംഭവം ഇതാണ്. നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ബൈനാക്കുലറിലൂടെ കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ 10 രൂപ. അതായത് മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങേ ഭാഗത്തുള്ള എല്ലാ വീടുകളുടെയും മറ്റേ സ്ഥലങ്ങളുടെ വ്യൂ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്കേക്ക് പോവാണ്. അപ്പോൾ നമ്മളിത് മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബസ്സാണ് ബുക്ക് ചെയ്തത്. നമ്മളിപ്പോൾ മറ്റേ സ്ഥലം കണ്ടിട്ട് നേരെ ഈ ബസ്സിലേക്ക് കയറാണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകട്ടോ. നമ്മൾ പോകുന്നിടത്ത് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നിട്ട് പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാസ് കൊടുത്തിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് ബ്ലോക്ക് വരുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് പില്ലർ റോക്ക്. നമ്മളെ മഞ്ഞുമ്മൽ ബോയ്സിലെല്ലാം എടുത്ത ആ ലൊക്കേഷൻ ഇല്ലേ ഫ്രണ്ടിലുള്ള, അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അരമണിക്കൂറിന് മേലെ നടന്നിട്ടിതാ നമ്മൾ ഈ ഗുണ കേവിലേക്ക് എത്തി. ഇപ്പം ബ്ലോക്ക് ആയതുകൊണ്ടാണ്, നല്ല തിരക്കുമുണ്ട്. അതുകൊണ്ടല്ലാണ് ഇപ്പം നടക്കേണ്ട വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് 10 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് 500 വർഷം പഴക്കമുള്ള മരം. വേരുകളായിട്ടില്ല കേട്ടോ. ഇതാണ് ഗുണ കേവ്. ഇവിടെ ഇപ്പോൾ ഫുള്ള് ഗേറ്റൊക്കെ വെച്ച് എല്ലാം ക്ലോസ് ആക്കി, എല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളത്. അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ കാണണം ഇതുപോലെ കാണാൻ പറ്റുള്ളൂ. ഈ അകത്ത് കയറിയാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന എങ്ങനെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചിത്രമെല്ലാം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ കൂടുതലും നമ്മുടെ സിനിമ ഷൂട്ടെല്ലാം ചെയ്ത സ്ഥലമാണ്. ഇതാണ് അപ്പർ ലേക്ക് വ്യൂ. ഒരു 15ഓളം സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കൂട്ടിയത് നമ്മളെ. പക്ഷെ കാണിച്ചു തരാതൊന്നും നിന്നിട്ടില്ല. വണ്ടിയിൽ ഇരുത്തിയെടുത്ത് തന്നെ നമുക്ക് കാണിച്ചു തന്നു. അതാണ് ആ സ്ഥലം, ഇതാണ് ആ സ്ഥലം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ലോക്കൽ ബസ് കയറിയിട്ട് നമ്മൾ മഞ്ഞവന്നൂരിലേക്ക് പുറപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലമാണ്, നമുക്ക് എൻജോയ് ചെയ്യാം. കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. മഴയായത് കാരണം സിപ്പ് ലൈനൊക്കെ ഇപ്പം കുറച്ച് സമയത്തേക്ക് നിർത്തി വെച്ചിട്ടുള്ളത്.
ഗൈസ്, അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഒരാൾക്ക് കയറാൻ 20 രൂപ വരുന്നത്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ കുതിര സവാരിയെല്ലാം നടത്തുന്ന സ്ഥലം കേട്ടോ. കുറേ മുമ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല തടാകം പോലത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ എന്താക്കി ബോട്ടിലേക്ക് കയറി അവിടുന്ന് പാട്ടും പാടി എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ചുറ്റാണ്ട് തന്നെ അവർ ചുറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് നമ്മൾ പാട്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു അയാൾ നമ്മൾ അധികം ചുറ്റിച്ചിട്ടില്ല. നമ്മൾ വേഗം കരക്കെത്തിച്ച് അവിടുന്ന് നമ്മൾ റൂമിലേക്ക് പോയി. റൂമിൽ സാധനം ലഗേജ് എല്ലാം എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് മടങ്ങി.